എപ്പോ? അവന് വരുന്നുണ്ടോ? ആ ഏട്ടന് വരുന്നുണ്ട്. ഏട്ടൻ അവിടെ ഏതൊരു ഫ്രണ്ടിനെയും കൂടെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പിറന്നാളൊന്നുമല്ലല്ലോ ആഘോഷിക്കാൻ. എൻ്റെ അനിയത്തിൻ്റെ പിറന്നാൾ എല്ലാ കൊല്ലവും ഞങ്ങൾ ആഘോഷിക്കുന്നതാ. അതൊന്നും ശരിയാവില്ല മോളെ. എനിക്ക് ഈ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് പോകാൻ. പോരാത്തതിന് മുട്ടുകാലി വെച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, ഒരു പണി എടുക്കാൻ കഴിയുന്നില്ല എനിക്ക്. അതൊന്ന് എവിടെയൊന്ന് കാണിക്കണം. ഞാൻ ആ വൈദ്യർ അവിടെ ഉണ്ടെങ്കിൽ വൈദ്യരൊന്ന് കാണിക്കും. ഒരുപാട് നാളായില്ലേ അലോപ്പതിയും ഹോമിയോപ്പതിയും മാറി മാറി നോക്കുന്നു. ഇനി ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്കാണ് ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ്. ഞാൻ ഈ അലോപ്പതിയും ഹോമിയോപ്പതിയും ഒഴിവാക്കാൻ കുറേ കാലമായി വിചാരിക്കുന്നത്. ഇനിയൊന്ന് ആയുർവേദം കാണിച്ച് നോക്കട്ടെ. അതുകൊണ്ട് നീ പോയാൽ എങ്ങനെ ശരിയാവുക? എന്നെ കൊണ്ട് ഒറ്റയ്ക്കോ കഴിയോ ഈ പണിയൊക്കെ എടുക്കാൻ? അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പോരാത്തതിന് വേറെ ആരെയുണ്ടോ നമുക്ക് വീട്ടിൽ? മോളിപ്പോൾ പോയാൽ ശരിയാവില്ല. അവനോട് പറ പിന്നെ പോകാമെന്നുള്ളത്. ആ പിന്നെ ആ ഫ്രിഡ്ജിൽ കുറച്ച് പാലിരിപ്പുണ്ട്. വേണമെങ്കിൽ അതെടുത്ത് കുറച്ച് പായസം ഉണ്ടാക്കിയോ. വേറെ ഉണ്ടാക്കാനൊന്നും ഇവിടെ പച്ചക്കറി സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങളാരും ഒരു വയസ്സ് കഴിഞ്ഞാൽ പൊതുവെ മക്കളുടെ പിറന്നാളൊന്നും ആഘോഷിക്കാറില്ല. പിന്നെ ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടേ ഇല്ല. എൻ്റെ മോളതും അങ്ങനെ തന്നെ. ഞങ്ങൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. ശരി. ഒരു പിറന്നാളുകാരി വന്നിരിക്കുന്നത്. അവൾക്കൊരു കാര്യം ചെയ്യാം. ആനയും അമ്പാരിയും വെളിച്ചാമരോ വെടിക്കെട്ടും ഒക്കെ അങ്ങ് ആക്കി കൊടുക്കാം. പോരാത്തന്നെ വലിയ പിറന്നാൾ സദ്യ. ഓ അന്നിപ്പടക്കം വാങ്ങി പൊട്ടിനാട്ടിട്ട് പൊട്ടിക്കാറുണ്ട്. ഓ പിറന്നാളുകാരി. ഓ ഞാനും എൻ്റെ മോളും ഇന്നേ വരെ ഒരു പിറന്നാൾ പോലും ആഘോഷിച്ചിട്ടില്ല. പിന്നെയാ ഇവക്ക്